പിണറായിക്കെതിരായ രാഹുലിന്റെ ആലിംഗന പരാമർശത്തിൽ ബ്രിട്ടാസിന്റെ മറുപടി. ഇന്ത്യ മുന്നണി യോഗത്തിൽ നടന്ന ചർച്ചകൾ പൂർണ്ണമായും പുറത്തുവിടണമെന്ന് ഇടത് നേതാവും രാജ്യസഭാ എംപിയുമായ ജോൺ ബ്രിട്ടാസ്. യോഗത്തിലെ 5% ചർച്ചകൾ മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നതെന്നും ബ്രിട്ടാസ് പറഞ്ഞു. 3 മണിക്കൂർ നീണ്ട ചർച്ചകളിൽ നിന്ന് കേവലം 9 മിനിറ്റ് മാത്രമാണ് കോൺഗ്രസ് പുറത്തുവിട്ടതെന്നും ബാക്കി 95% ചർച്ചകളും മറച്ചുവെച്ചുവെന്ന് ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും CPM PB അംഗവുമായ പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ തനിക്കാകില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശമടക്കം ചർച്ചയായ സാഹചര്യത്തിലാണ് ശക്തമായ മറുപടിയുമായി ബ്രിട്ടാസ് രംഗത്തെത്തിയിരിക്കുന്നത്. പിണറായിയെ ആലിംഗനം ചെയ്യാനാകില്ലെന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി ആരൊക്കെയാണ് മുമ്പ് ആലിംഗനം ചെയ്തിട്ടുള്ളതെന്ന ചിത്രം ജനങ്ങളുടെ ഓർമ്മയിൽ വരില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. ലോക്സഭയ്ക്കുള്ളിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാഹുൽ ആലിംഗനം ചെയ്തത് വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ടില്ലേ? RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുന്തമുനയായ മോദിയെ എങ്ങനെ രാഹുലിന് ആലിംഗനം ചെയ്യാൻ സാധിച്ചു എന്ന ചോദ്യമടക്കം ഇന്ത്യ മുന്നണി യോഗത്തിൽ ഉയർന്നിരുന്നുവെന്നും ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കി. യോഗത്തിൽ മറ്റ് നേതാക്കൾ ഉന്നയിച്ച കാര്യങ്ങൾ കൂടി കോൺഗ്രസ് പുറത്തുവിടാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. RSSനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ സർട്ടിഫിക്കറ്റ് CPMന് ആവശ്യമില്ലെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നത് മുന്നണിയെ ദുർബലപ്പെടുത്തില്ലെന്നും ജോൺ ബ്രിട്ടാസ് കൂട്ടിച്ചേർത്തു. BJPയെ നേരിടാൻ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ ഉണ്ടാകണം. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് ഉത്തരവാദിത്തം കൂടും. കോൺഗ്രസ് ആരുടെ സന്തോഷത്തിനായാണ് പ്രവർത്തിക്കുന്നത്? വെറും 2 സീറ്റിന് വേണ്ടിയാണ് കോൺഗ്രസ് DMKയെ ഒഴിവാക്കിയത്. ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി. 2004-ൽ 63 MPമാരുമായി വന്ന് തങ്ങൾ കോൺഗ്രസിന് പിന്തുണ നൽകിയത് BJPയെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. ഇന്ത്യയിൽ BJPയെയും RSSനെയും നേരിടാൻ പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയപരവുമായ ആർജവം വേണമെന്നും ബ്രിട്ടാസ് പറഞ്ഞു. ഇടയ്ക്കിടെയുള്ള ഒത്തുകളികൾ ഗുണകരമല്ല. ഇതേ അഭിപ്രായമാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് MP, NCP നേതാവ് സുപ്രിയ സുലെ MP അടക്കമുള്ളവർ പ്രകടിപ്പിച്ചത്. നിതീഷ് കുമാറിനെ ഒഴിവാക്കിയിരുന്നില്ലെങ്കിൽ ഇന്ന് BJP അധികാരത്തിൽ വരുമായിരുന്നോ എന്നാണ് RJD നേതാവ് തേജസ്വി യാദവ് യോഗത്തിൽ ഉന്നയിച്ച ചോദ്യം. ഇതേ യോഗത്തിൽ താൻ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ച വിഷയങ്ങൾ പുറത്തുവരണമെന്നും ജോൺ ബ്രിട്ടാസ് മാധ്യമങ്ങളോട് പറഞ്ഞു.